വിദ്യാർത്ഥി സംഘടനകൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കി ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ടുള്ള നിലപാട് SFI തുടർച്ചയായിട്ട് നടത്തി വരികയാണ്. നിയമം കയ്യിലെടുക്കുന്ന അഴിഞ്ഞാട്ടമാണ് യഥാർത്ഥത്തിൽ SFIയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും തരും. മറ്റ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന AESF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ SFIയുടെ മർദ്ദനമേറ്റ് പീഡിതരായി കഴിയുന്നതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു. CPI അംഗങ്ങൾ നിശബ്ദരായിരുന്നു. അവരുടെ മൗനം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ച വികാരത്തോട് യോജിക്കുന്നതായിരുന്നു എന്ന് സഭാ നടപടികൾ കണ്ട ആർക്കും മനസ്സിലാവുന്നതാണ്. SFI നടത്തിയ ഈ അഴിഞ്ഞാട്ടം വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നേരെ എന്നത് മാത്രമല്ല, പ്രിൻസിപ്പൽമാർക്ക് നേരെ, അധ്യാപകർക്ക് നേരെ, വിദ്യാഭ്യാസ മേഖല മൊത്തത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഗുണ്ടായുസവുമായി SFI അഴിഞ്ഞാട്ടം നടത്തുന്ന ഭരണത്തിൻ്റെ തണലിലാണ്. ഭരണത്തിൻ്റെ തണലിലാണെന്ന് മാത്രമല്ല, അതിന് മുഖ്യമന്ത്രി പൂർണ്ണമായ എല്ലാ സംരക്ഷണവും കൊടുക്കുകയാണ്. എന്ത് തോന്നിയവാസം വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതിന് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും സഹകരണമുണ്ട്, എല്ലാ ഒത്താശയുമുണ്ട്. നിങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല. അത് അദ്ദേഹം തന്നെ നിയമസഭയിൽ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കളങ്കിതമായ അഭിപ്രായ പ്രകടനങ്ങളായി അത് മാറി. മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് ചേർന്നതല്ല ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവിന് ഓർമ്മിപ്പിക്കേണ്ടി വന്നു. അതുപോലെയുള്ള നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം മാറുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമവും ഉണ്ടായിസും വിദ്യാർത്ഥികളുടെ ജീവൻ തന്നെ പന്താടുന്ന ഈ സാഹചര്യവും തുടരുന്നതിനുള്ള പച്ചക്കൊടിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയുണ്ടായപ്പോൾ തെറ്റ് തിരുത്തും, ഞങ്ങൾക്കുള്ള പാളിച്ചകൾ തിരുത്തുമെന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ മര്യാദകേടുകളും കൂടുതൽ ആവേശത്തോടെ ഇനിയും ഞങ്ങൾ ആവർത്തിക്കും, ആരും ഞങ്ങളെ ചോദിക്കാനില്ല എന്ന നിലയിലേക്ക് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇപ്പോൾ LDF ഗവൺമെന്റും SFI ഉൾപ്പെടെയുള്ള സംഘടനകളും എടുത്തിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നിയമസഭയ്ക്കകത്തും പ്രതിപക്ഷം തുടരും.